അളിയോ ആ ഇതെന്താ അളിയൻ ഇവിടെ? നിന്നെ ഒന്ന് കാണാൻ. വിശേഷം വല്ലതും ഉണ്ട്. പട്ടിണി കിടന്ന് ചാകാറായി. ആര്? ഞാൻ തന്നെ. അല്ല പിന്നെ ആരാ? അളിയൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പറയാനുണ്ടെ വീട്ടിൽ വന്ന് പറഞ്ഞൂടെ? ആ വീട്ടിലോട്ട് വരണമെന്ന് വിചാരിച്ചതാ. പിന്നെ എന്തു പറ്റി? നീ ഉണ്ണിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഞാനും ഉണ്ണിയും തമ്മിലോ? അളിയൻ എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. എന്നാലും ഞാൻ കേട്ട ശരിയായിരിക്കില്ല. അതൊക്കെ പോട്ടെ. നിന്റെ കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു 50 രൂപ കാണിച്ചു. എനിക്ക് ചില ചില്ലറ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. 50 രൂപയോ? കൊള്ളാം. ഇത് തീയതി എത്രയാണെന്ന് അറിയോ? 25 തീയതി മാസം നോക്കിയല്ലോ നീ എന്റെ പെങ്ങളെ പ്രേമിച്ചത്. അല്ലല്ലോ. അവളെ തട്ടിക്കൊണ്ട് പോയും പോരാ. വല്ലപ്പോഴും ഞാൻ ചോദിച്ച 10 രൂപ ആകുമ്പോൾ നിൽക്കില്ല. ശരി, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഗ്രേസിയേ, എന്താ ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. എന്തു പറ്റി? ഞാൻ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത്. നിന്നെ ഒന്ന് കണ്ടേച്ചു പോകുന്ന വരും. അല്ല, അളിയനെന്തി? അവൻ ഓഫീസിൽ പോയി. ചേടാ, ഇത്ര നേരത്തെയോ? അളിയൻ ഇവിടെ കാണുമെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. വീട്ടിലെല്ലാവർക്കും സുഖമാണോ അച്ഛൻകുഞ്ഞ്? ആരെയും ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തോണ്ട് വരാത്ത. ശോശാമ്മേ, കാപ്പി എടുത്തോണ്ട് വാ മോളെ. നിനക്കെന്ത് പറ്റടി? നിന്റെ കോല വന്ന് ആകെ മാറിപ്പോയല്ലോ. എനിക്കൊന്നും പറ്റില്ല. ഇച്ചായന് വെറുതെ തോന്നുന്നതാ. നീ ഒരു കാര്യം ചെയ്യും. ഒരു 10 ദിവസം വന്ന അവിടെ നില്ലേ, അല്ല പാലോ മുട്ടയോ കഴിച്ച് ഈ ശരീരം നന്നാക്ക്. അവക്കിവിടെ ഒരു കുറവുമില്ല മോനെ. പോരെങ്കി അവളെങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്? പിള്ളേർക്ക് പള്ളിക്കൂടമില്ലേ? അവിടെ ക്ഷീണം കണ്ടുകൊണ്ട് പറഞ്ഞതാ. മരുന്നിലേക്ക് വേണ്ട. നല്ല സ്നേഹമുള്ള ചെറുക്കന അല്ലേ മോളെ? നീയും ശോശാമയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം? ഇല്ല. ആര് പറഞ്ഞു? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ നിന്റെ കാശ് വല്ലതും കാണുമോ? ഒരു 5 രൂപ എടുത്ത്. എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഇച്ചായനെ അറിയില്ല എടുത്ത് ചെലവിന്റെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോ ആരെങ്കിലും കാശ് കാണുകയില്ല. ഉണ്ണിച്ചായന്റെ ചേട്ടന്റെ അളിയൻ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? അവനെ കാണണ്ടെന്ന് കരുതി. കണ്ടാ ശല്യമാ. നീ ഉണ്ണിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇതാര് പറഞ്ഞു? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. കേട്ടത് ശരിയാണോ എന്നറിയാവുന്ന വെച്ചാ. ചേട്ടാ, ഇനി അങ്ങേർക്ക് വല്ല അഭിപ്രായ വ്യത്യാസം കാണോ? ഏതായാലും നീ ഇത് മനസ്സിൽ വെച്ചു. പിന്നെ നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? ഒരു 2 രൂപ എടുക്കാൻ. അയ്യോ, എന്റെ എവിടുന്നാ കാശ്? ആഴം ഉണ്ടായിരുന്നോണ്ട് ഇന്നലെ ഒരു കുപ്പി അടിച്ചു. ഇനിയിപ്പം ഉണ്ണിയുടെ കൈ വല്ലതും കാണുമോ? കട തുറന്നതല്ലേ ഉള്ളൂ. അങ്ങേരുടെ എവിടുന്ന് കാണാനാ? പിന്നെ അടിയന്തരാവസ്ഥ വരുമ്പോ ആശാന കാക്കയുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിക്കാറുണ്ട്. അത് ശരി. സത്യമായിട്ട് നിന്റെ 2 രൂപ പോലും എടുക്കാൻ ഞാൻ പറഞ്ഞെന്ന് ആശാനോട് പറഞ്ഞതല്ലേ. പറഞ്ഞ ആശാനെ ഞാൻ നമ്മൾ ഇരിപ്പ് തെറ്റും. ആശാൻ പട്ടിണിയാവും. അതായത് സൂര്യ. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തട്ടിയും മുട്ടി പോകുന്നു. എന്നൊരു 5 കൈ കാണിച്ച് ഒരു അത്യാവശ്യമുണ്ട്. കട തുറന്നതേ ഉള്ളൂ. ആരും കൈനീട്ടം പോലും തന്നില്ല. ഞാൻ ചോദിച്ചില്ല. വേറെ ആരെങ്കിലും ചോദിച്ചാ ആ കാക്കാട് കടന്ന് കടം മേടിച്ചെങ്കിലും കൊടുത്താലേ. ഒരു 5 രൂപ തന്നെ.
താനിട്ട് കൊല്ലപ്പോന്ന് പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. പിന്നെ പരമസുഖം. എന്നാ ഞാൻ പോവുകയാ, ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. അമ്മച്ചേ, ചേട്ടൻ വന്നില്ലേ? ഇല്ല, എന്താന്നറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരുമിച്ച് വരുമെന്ന്. പിള്ളേർ ഇറങ്ങിയോ? പിന്നെ അവരുറങ്ങിട്ട് എത്ര നേരമായി? ഇന്നെന്താ പിള്ളേരെ വിളിച്ചുണർത്തണ്ടേ? ഓ, അതുങ്ങൾ അവിടെ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. അത് ശരി, ഇന്ന് കള്ളു കുടിച്ചില്ലല്ലേ? അതാ പിള്ളേരോടൊരു സ്നേഹക്കുറവ്. കള്ളു കുടിക്കാൻ വിടുന്ന കാശ് ആ നാണത്തൊരു പെണ്ണിന്റെ ബ്ലൗസ് തച്ച് നശിപ്പിച്ചു. ഞാൻ വേറെ തുണി വാങ്ങി തച്ച് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുഞ്ഞു വന്നിരിക്കുന്നു 5 രൂപയ്ക്ക്. എന്റെ എവിടുന്ന കാശ്? പിന്നെ കാക്കയുടെ വാങ്ങിച്ച അതും കൊടുത്തു. ഇനിയിപ്പോ അത് തിരിച്ചു കൊടുക്കണം. നീ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചേച്ചു വാ, എന്നാലെങ്കിലും നിന്റെ മുഖത്തിനൊരു പ്രസാദം വരട്ടെ. ആ കൊള്ളാം, കുരങ്ങനെ ഏണി വെച്ച് കൊടുക്കുന്ന പോലെ അമ്മ പറയുന്നത്. ആ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും വഴക്ക്. ഇത് നല്ല പൂല. എടാ, ഞാൻ നിന്നെ വഴക്ക് പറയുന്നതല്ല, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ മനസ്സിലാക്കുക. അയ്യോ ചോര, കാലിന് ചോര വരുന്നുണ്ടല്ലോ. ഓക്കെ, മുറിഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴാണ്. ആ പിള്ളേച്ചന്റെ വീട്ടുപടിക്കൽ വെച്ചിട്ട് അയാളുടെ പട്ടിയൊന്ന് കറങ്ങി. ദൈവമേ, എന്നിട്ടാണോ നീ ഇവിടെ വന്ന് സാമട്ടിലിരിക്കുന്നത്? എല്ലാരെയും ഉപദേശിക്കുന്ന ആളാ. പട്ടിയുടെ കടിയും കൊണ്ടു വന്നിരിക്കുന്നു. വല്ല ഡോക്ടർമാരെയും കാണിക്കണ്ടേ? ഓ, അതൊന്നും വേണ്ടെന്നേ, വീട്ടിൽ വളർത്തുന്ന പട്ടിയല്ലേ. എന്നാലും വല്ല വിഷമോ മറ്റോ ഉണ്ടോന്ന് എങ്ങനെ അറിയും? ആ പിന്നെ ഏതായാലും നമുക്ക് ആശുപത്രി എടുത്ത് പോവാ. വാ, എഴുന്നേക്ക്. ഇപ്പൊ തന്നെ ആരെങ്കിലും കാണിക്കുന്നത് നല്ലത്. ഈ രാത്രി അവിടം വരെ പോവാൻ എനിക്ക് വയ്യ. ഇതൊക്കെ നിസ്സാരമാക്കി വിടരുത്. എന്നാലെ കണിയാനെ വിളിച്ചോണ്ടൊന്ന് കാണിച്ചാലോ? നീ അങ്ങോട്ട് മോളെ, ഇത്തിരി പഴയ തുണി ഇങ്ങെടുത്തോണ്ട് വാ. അയ്യോ, പല്ലിന്റെ പാടുണ്ടല്ലോ. ഇന്ന് ഞാൻ ചികിത്സിക്കുന്നത് 111ാമത്തെ പട്ടേരിയ. നേരെ കളിയും തമാശ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സത്യം തുറന്നു പറയണം. ആശുപത്രി കൊണ്ടുപോകണോ അതോ ഈ ചികിത്സ മതിയോ? ഇതെന്തൊരു ചോദ്യമാണെന്നേ. മുറിപ്പാട് കണ്ടാ എനിക്ക് അറിയാമെന്ന്, വിഷമുള്ള പല്ലാണോ അല്ലയോ എന്ന്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ അറിയിച്ചാ മതി. ഞാനിവിടെ വരുന്നു. ഇന്ന് എന്തായാലും ഓഫീസിൽ പോകണ്ട. ഒരു ലീവ് ലെറ്റർ എഴുതി ഉണ്ണിയുടെ കൈ കൊടുത്തയക്കാം. ഈ നിസ്സാര കാര്യത്തിന് എന്തിനാ പറ്റി ഒരു ദിവസത്തെ ലീവ് കളയുന്നത്? ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ അത് സമ്മതിക്കുകയല്ല. ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കാൻ പറഞ്ഞാൽ അതും കേൾക്കുകയല്ല. ശരി, സ്വസ്ഥത കേട്ടെ. ഞാൻ പോകുന്നില്ല. ഉണ്ണി, രാവിലെ എന്താണ് പട്ടിയിട്ട് ഓടിക്കുന്നത്? ആഹാ, പട്ടിയെ കിട്ടിയില്ലെങ്കിൽ പട്ടിയുടെ ഉടമസ്ഥനെ കിട്ടിയല്ലോ. നിങ്ങൾ പട്ടിയെ സൂക്ഷിക്കണം. എന്ത് പറ്റി? അത് ഇന്നലെ രാത്രി ചേട്ടനെ കടിച്ചു. ശേടാ, അത് ഇതുവരെ ഒരു മനുഷ്യനെയും കടിച്ചിട്ടില്ലല്ലോ. വല്ല പേയമറ്റം ഉണ്ടെന്നറിയാൻ ഈ നാരങ്ങ കൊടുക്കാമെന്ന് വെച്ചപ്പോ അത് കുതിരെ പോലെയല്ലേ ഓടുന്നത്. അങ്ങനെ പേയും കൊണ്ടൊന്നും ഇല്ലടാ. വേണേ ഞാൻ കൊടുത്തു നോക്കാം, നീ നാരങ്ങ. അതെ, നാരങ്ങ പട്ടിക്ക് കൊടുക്കാനാ, പിള്ളേച്ചൻ തിന്നളരുത്. ഇത് അവൻ തിന്നാലും ഞാൻ തിന്നാലും ഫലം ഒന്നു തന്നെ. ഇങ്ങനെ വെച്ചോണ്ട് നോക്കില്ല, നമുക്ക് ആശുപത്രി കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ലേ? അതാ നല്ലത്. അല്ലാതെ പറ്റില്ല. അത് തുടങ്ങി ആശുപത്രിയിലേക്കൊന്നും ഞാനില്ല. ചേട്ടാ ചേട്ടാ, ഇതിങ്ങനെ വെച്ചിട്ട് ഉണ്ണി പറയുന്നതാ ശരി. ആശുപത്രി കൊണ്ടുപോകണം. ഇതിങ്ങനെ ഈ വെച്ചോണ്ടിരിക്കാം. ചികിത്സയും വെച്ചോണ്ടിങ്ങനെ കാര്യമില്ല. അല്ല, അതിപ്പോ അതങ്ങനെ നടന്നോട്ടെ എന്റെ കൂട്ടത്തില്. പക്ഷെ ആശുപത്രി കൊണ്ടുപോകണം. എന്താ ഏട്ടത്തി? അത് ഞാൻ ചേട്ടത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ കേൾക്കില്ല. പറഞ്ഞു പറഞ്ഞു കേൾക്കണ്ടേ? അവരൊക്കെ പറയുന്നൊന്ന് കേക്ക്. ആ അവന് ഞാൻ ദേഷ്യം. പറയണമെന്ന് കേൾക്കാനല്ല, എത്ര നേരം പറഞ്ഞ് പറഞ്ഞ മനസ്സിലാവാതെ.
എന്റെ ഗ്രേസമ്മ, എന്റെ മക്കള് പോയിക്കൊള്ളേ.